ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും അക്കൗണ്ടന്റിനോടുമാണ് പണമടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരുവരും ചേർന്ന് പലിശ ഉൾപ്പെടെ 26 ലക്ഷത്തോളം രൂപ തിരികെ അടയ്ക്കണം. ബില്ലുകളിലും ചെക്കുകളിലും കൃത്രിമം കാണിച്ചാണ് മുൻ നെടുങ്കണ്ടം പഞ്ചായത്ത് അക്കൗണ്ടന്റ് PB ബിനോയ്, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വൈദ്യുതി ബില്ല് തുകയിൽ അടക്കം കൃത്രിമം കാണിച്ചു. 750 രൂപയുടെ യഥാർത്ഥ ബില്ല് 8750 രൂപയാക്കി ചെക്ക് മാറിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിലാകെ 21,96,074 രൂപ ക്രമവിരുദ്ധമായി ചെലവഴിച്ചു. സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നഷ്ടമായ തുക 18% പലിശ ഉൾപ്പെടെ ആകെ 25,91,368 രൂപ തിരികെ അടയ്ക്കണം. ചെക്കുകളിലും ബില്ലുകളിലും മുൻ പഞ്ചായത്ത് ജീവനക്കാർ, അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പേരിൽ, മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പേരിൽ ക്രമക്കേട് കാണിച്ചതിൻ്റെ ഒരു പത്രവാർത്തയും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മാനേജ്മെന്റ് അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പരാതി നിലനിന്നിരുന്നു. ഏകദേശം 22 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടുപിടിച്ചത്. ഇപ്പം പഞ്ചായത്തിൻ്റെ ഡയറക്ടർ 22 ലക്ഷം രൂപയും അതോടൊപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 26 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ ഓർഡർ എത്തിയിട്ടുണ്ട്. തിരിച്ചടയ്ക്കാനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ നിർദ്ദേശം ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അത് നിലനിന്നിരുന്നത്. പിന്നെ UDFന്റെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരികയും അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തട്ടിപ്പരങ്ങേറിയത്. ബിനോയ്ക്കെതിരെ നെടുങ്കണ്ടം പോലീസിൽ നിലവിലുള്ള കേസിൽ സുനിൽ സെബാസ്റ്റ്യനെയും പ്രതി ചേർക്കുമെന്നും ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോർജ് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ 2 ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.